എല്ലാവർക്കും ഇതാണ് രുചിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്ന റെസിപ്പി കോളിഫ്ലവർ കൊണ്ടൊരു ഫ്രൈ ചെയ്യുകയാണ്. എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം, കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയത്. കോളിഫ്ലവറാണ്. കോളിഫ്ലവർ ഇതേ നമ്മളിങ്ങനെ നീളത്തിലാണ് അരിയുന്നത്. ഈ തണ്ടോട് കൂടി ഇച്ചിരി കനം കുറച്ചല്ല അരിഞ്ഞേക്കുന്നത്, കട്ടിയോട് അരിഞ്ഞാൽ മൂക്കത്തില്ല. ഈ രീതിയിലാണ് നമ്മളെല്ലാം അരിഞ്ഞെടുത്തേക്കുന്നത്. ഇതൊന്ന് കാണിക്കുക നിങ്ങളെ. ഇത് ഞാനിവിടെ തയ്യാറാക്കുന്ന കടലപ്പൊടിയിലാണ്. ചിലർ കോൺഫ്ലവറിലും തയ്യാറാക്കും, പിന്നെ അല്ലെങ്കിൽ അരിപ്പൊടി ഇട്ട് തയ്യാറാക്കും. നമ്മളിവിടെ കടലപ്പൊടിയില്ല. അതിന് വേണ്ടത് കാശ്മീരിയുടെ മുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, ഒരൽപ്പം മസാലപ്പൊടി, പിന്നെ ലാസ്റ്റ് വറുത്ത് കോരി ഇടാനായിട്ട് ഉണക്കമുളകും കരിയാപ്പിലയും വെച്ചിട്ടുണ്ട്. ഇതാകുമ്പോൾ കുഞ്ഞുങ്ങൾക്കും ഒക്കെ കഴിക്കാമല്ലോ, എരിവുമില്ല, എന്നാൽ നല്ല കളർ. കാശ്മീരിയുടെ പൊടി ചേർക്കുന്നതുകൊണ്ട് നല്ല കളറ്. ഇനി നമുക്കതിലേക്ക് ഞാൻ അടുപ്പത്ത് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് നമ്മളൊരു അല്പം ഉപ്പുപൊടി, പിന്നെ അല്പം മഞ്ഞൾപ്പൊടി ഇടുക. ഇതിനൊക്കെ ഈ പുഴു ഉണ്ടെന്നാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അധികം വേഗം വെക്കണ്ട. ഇത് ഒരു 5 മിനിറ്റ് പോലും വേണ്ട, ഒരു 2-3 മിനിറ്റ് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇതങ്ങ് കോരി വെക്കുകയാണേ. ഇതൊക്കെ ഒന്ന് 5 മിനിറ്റോളം ഇങ്ങനെ ഇളക്കിയാൽ മതി. എന്നിട്ട് നമുക്കിത് കോരിയെടുക്കാം. നമ്മൾ കോരി വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരിയുടെ പൊടി ഇട്ടിട്ടുണ്ട്. എരിവില്ലാത്ത പൊടിയെ കളറിന് വേണ്ടിയാണ് അതിട്ടേക്കുന്നത്. ഒരു മഞ്ഞൾപ്പൊടി നമ്മളിട്ട്, മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടാൽ തിളച്ച വെള്ളത്തിൽ ഈ കോളിഫ്ലവർ ഇട്ടത്. എന്നാലും ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇത് ഇടുവാണ്. മഞ്ഞൾപ്പൊടി ഇനി അല്പം ഒരു ചെറിയ 1/4 ടീസ്പൂണെന്ന് പറയാം, കുഞ്ഞ് സ്പൂണാണ്. ഇതിന് മസാലപ്പൊടിയും കൂടെ നമ്മൾ ഇടുവാണ്. ഇനി നമ്മൾ ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ആ മസാലപ്പൊടിയുടെ ഇതും പിന്നെ കാശ്മീരിയുടെ മുളക് പൊടിയും പിന്നെ ഉപ്പ് അതിനിട്ടതായിരുന്നു. എന്നാലും ഒരു ശകലം വേണമെങ്കിൽ ഇടാൻ നോക്കിയിട്ട്. ഞാനിത് ഇട്ടിട്ടില്ല, കാരണം എന്നാന്ന് വെച്ചാൽ ഞാൻ ഇട്ടതിൽ ഉപ്പുണ്ടായിരുന്നു. പിന്നെ മസാലപ്പൊടി, കാശ്മീരിയുടെ പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ ഇത് ഇളക്കി ഇനി ഇതിവിടെ ഇരിക്കട്ടെ. നല്ലപോലെ ഇളക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് കടലപ്പൊടി എടുത്ത് വെള്ളം ഒഴിച്ച് തിക്കായിട്ട് വേണം കടലപ്പൊടി കുറുക്കി എടുക്കാനായിട്ട്. അത് ഇതിലേക്ക് ഒഴിച്ചാണ് നമ്മൾ ഇളക്കുന്നത്. ഇതിവിടെ ഇരിക്കട്ടെ. ഇത് അധികം സമയം വെച്ചുകൊണ്ടൊന്നും ഇരിക്കേണ്ട. ഇത് നമ്മൾ കടലപ്പൊടിയും കൂടെ ഇളക്കി കഴിഞ്ഞാൽ ഇത് വറുത്തെടുക്കാം അന്നേരം തന്നെ. നമുക്ക് കടലപ്പൊടി വേറെയാണ് ഞാൻ കലക്കി എടുക്കുന്നത്, കാരണം അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അളവറിയത്തില്ല, വെള്ളം കൂടുകയോ കുറയുകയോ ചെയ്യും. നമ്മൾ ഇതൊരു തിക്കായിട്ട് കടലപ്പൊടി കലക്കുവാണ്. അതിലെല്ലാം ചേർത്തുകൊണ്ട് ഇതിൽ നമ്മളൊന്നും ചേർക്കുന്നില്ല. ഉപ്പുപൊടി ഒരല്പം വേണം ചേർക്കാൻ, കാരണം നമ്മൾ ആ കോളിഫ്ലവർ തിളച്ച വെള്ളത്തിൽ ഇട്ടപ്പോൾ മാത്രമുള്ള ഉപ്പ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഒരു ശകല ഉപ്പ് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു തിക്ക് പരുവത്തിൽ ഇത് ഇളക്കി കൊടുക്കണം. അല്ല എങ്കിൽ പിന്നെ വെള്ളം വിട്ടിട്ട് ഇത് നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ശരിയാകത്തില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ തിക്കായിട്ട് കലക്കുവാണ്. ഇളക്കിയിട്ട് നമുക്ക് ആ കോളിഫ്ലവറിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് മതി, ഒത്തിരി ഇതാക്കണ്ട നമ്മൾ. ഇത് മതി. നമുക്ക് ഈ കടലമാവ് വേണ്ട ഈ പരുവത്തിലാണ് നമ്മൾ കുറുക്കി എടുത്തേക്കുന്നത്. വലിയ വെള്ളം പോലെ ആകരുത്. ഈ സമയത്ത് നമ്മൾ എണ്ണ വെച്ചിട്ടുണ്ട്. ഇതധികം സമയം വെയിറ്റ് ചെയ്യണ്ട. നമുക്കിത് പുരട്ടിയിട്ട് അതിലോട്ട് വറുത്തെടുക്കാം. ഇത് നമ്മൾ ഇവത്തേലേക്ക് ഒഴിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുവാണ്. ആവശ്യത്തിനുള്ള ഒഴിച്ചിട്ട് നമ്മളെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുവാണ്. ഈ പരുവം വേണേ. ഇങ്ങനെ വേണം. ആവശ്യമുള്ളവർക്ക് ഇത് കോളിഫ്ലവർ കൂട്ടിയെടുക്കേണ്ടവർക്ക് കൂട്ടി എടുക്കുമ്പം കടലപ്പൊടി ഇച്ചിരി കൂട്ടിക്കോണം. അറിയാമല്ലോ അതൊക്കെ എല്ലാവർക്കും. ഞാനിവിടെ പകുതിയോളം ഇതേ എടുത്തുള്ളൂ കോളിഫ്ലവറിൻ്റെ. അതിന് ഞാൻ 1 ഗ്ലാസ് കടലപ്പൊടി അളവിലാണ് എടുത്തത്. ഇനി ഇത് നമുക്ക് ചൂടോട് തന്നെ വറുത്ത് കോരാം. ഇത്രയേ ഉള്ളൂ.
നമ്മുടെ ഇതിവിടെ റെഡിയായി. ഇനി വറുത്ത് പോരാ. എണ്ണ ഈ സമയത്ത് തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിടാം. നമ്മൾ ഇത് ഇങ്ങനെ ഇടുവാണ്. കണ്ടോ, ഇങ്ങനെ ഇടണേ. ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് തീ നല്ല ഇതിൽ വെച്ച് കൊടുക്കണമേ, അല്ലെങ്കിൽ മൂക്കത്തില്ല. ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് വറുത്ത് കോരി എടുക്കണം. എളുപ്പമുണ്ടേ. നല്ല ക്രിസ്പിയായിട്ട് നമുക്ക് കിട്ടും ഇത്. ഇത്രയും മതിയേ. ഇതൊന്ന് നമുക്ക് അതെല്ലാം കൂടെ ഒന്ന് ഇതാക്കി കൊടുക്കാമേ. പോയത് ഇതിൽ തീ നല്ല ഹൈ ഇത് ചൂടിയിരിക്കട്ടെ. മൂത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കും. കണ്ടോ, ഈ രീതിയിലാണ് നമ്മൾ മൂത്തെടുക്കുന്നത്. നല്ല ഇതായിട്ട് ക്രിസ്പിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതില്ല നമ്മൾ മൂക്കട്ടെ വറുത്ത്. നമ്മൾ മറിച്ചിട്ട് നമ്മളിത് വറുത്ത് കോരുവാണ്. വറുത്ത് കോരുവാണ്. ഈ രീതിയിലാണ് ഇത് വറുത്ത് കോരുന്നത്. മുളകിൻ്റെ അനുസരിച്ച് കളർ കൂട്ടാം. എരിവില്ല, എന്നാലും കളർ വേണേൽ കൂട്ടുന്നവർക്ക് കൂട്ടാം. ഞാൻ ഈ അളവില്ല വറുത്ത് കോരുന്നു. ഇനി അടുത്തത് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം എണ്ണയിലേക്ക്. അടുത്തത് മൂത്തിട്ടുണ്ട്. നമുക്കിത് ഇളക്കി മറിച്ചിട്ട് നമുക്ക് കോരിയെടുക്കാവേ. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. എരിവുമില്ല, പിള്ളേർക്കും കാപ്പിക്കും ഒക്കെ കഴിക്കാനും ഒക്കെ നല്ലൊരു പറ്റിയ ഒരു ഇതാണ് കോളിഫ്ലവർ ഫ്രൈ. നമ്മുടെ ചിക്കനൊക്കെ വറുത്ത് കോരുന്ന പോലെ ആ തണ്ടിയിൽ നിന്ന് ഇച്ചിരി നീളത്തിൽ കോരണം. അങ്ങനെ ഇച്ചിരി മൂക്കട്ടെ. ഇങ്ങനെ ഇനി നമുക്കിതും കോരിയെടുക്കാവേ. ഇച്ചിരി കൂടെ ഒന്ന് മൂക്കട്ടെ. ഞാൻ മറിച്ചിട്ടില്ലല്ലോ നമ്മൾ, അതുകൊണ്ട് ഈ രീതി. ഈ നല്ല ഫുൾ സ്പീഡിലാണ് വെച്ചേക്കുന്നത്. മൂത്തിട്ടുണ്ട്. ഇത് നമുക്ക് വറുത്ത് കോരി ഇങ്ങനെ ഇടാൻ. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കോളിഫ്ലവർ. ചിക്കൻ വറുത്ത് കോരിയിട്ട് ഇതിനകത്തോട്ട് നമുക്ക് 2 കരിയാപ്പില വേണ്ടവർക്ക് 2 കരിയാപ്പിലയും മുളകും കൂടെ ഒരു ഇതിനു വേണ്ടി വറുത്ത് കോരിയിടാം. വേണ്ടവർക്ക് ഇട്ടാൽ മതി, അതുള്ളവർക്ക് വേണ്ട. ഈ രീതി നമ്മളെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. വേണ്ട നമ്മുടെ ഇത് കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കരിയാപ്പിലയും മുളകും വറുത്ത് കോരിയിടാം. കരിയാപ്പിലയും മുളകും എല്ലാം മൂത്തിട്ടുണ്ട്. ആ എണ്ണയിൽ തന്നെ കിടന്ന് മൂത്ത്. ഇതും കൂടെ നമുക്ക് അതിൻ്റെ പുറത്ത് വറുത്ത് കോരിയിടാവേ. ഇതും കൂടെ ബാക്കിയും കൂടെ നമുക്ക് കരിയാപ്പില. ഞാനൊരു കോളിഫ്ലവറിൻ്റെ പകുതിയേ എടുത്തുള്ളൂ. കടലപ്പൊടിയിലാണ് തയ്യാറാക്കിയേക്കുന്നത്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. എരിവായിട്ട് ഇതിനൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ കാശ്മീരിയുടെ പൊടി കളറിനാണ് കൊടുത്തേക്കുന്നത്. പിള്ളേർക്കും വലിയവർക്കും എല്ലാം കഴിക്കാൻ പറ്റിയൊരു ഇതാണ്. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. നാളെ പുതിയൊരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്.